നെറ്റിപ്പട്ടം കണ്ടോ? ഈ ഒരു നെറ്റിപ്പട്ടത്തിന് നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പലപ്പോഴും ഈ ഒരു ഫോട്ടോസൊക്കെ എവിടെയെങ്കിലേക്ക് ഇടുമ്പോഴേ പോസ്റ്റ് ചെയ്യുമ്പോഴേ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഈ നെറ്റിപ്പട്ടത്തിന് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കിയത്. അപ്പോൾ ഈ ഫ്രെയിം കണ്ടോ, ഇത് കുറച്ച് ഉള്ളിൽ കുറച്ച് സ്പേസ് ഉള്ള ഫ്രെയിമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഇത് വന്നിരിക്കുന്നത്, നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നതാണ് കേട്ടോ, വേറെ സ്ക്രാച്ച് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ഓക്കെ ഇല്ലേ? ഇല്ല, ഓക്കെ ഇല്ല, ലൈറ്റിൻ്റെ തന്നെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുഞ്ഞു നെറ്റിപ്പട്ട ഉണ്ടാക്കിയിട്ട് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ ഇത് ഫ്രെയിം ചെയ്തത്. നമുക്ക് ഇങ്ങനത്തെ ഫ്രെയിം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ ഫ്രെയിം അല്ലാതെ കുറച്ച് ഉള്ളിൽ കണ്ടോ സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കതിനെ ഫ്രെയിമാക്കി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. കുറച്ച് ഒരു തിക്കിലാണ് അതിൻ്റെ ഫ്രെയിം വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾക്കൊരു ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പേപ്പറൊക്കെ വെക്കാവുന്ന ഒരു ഇതല്ലേ വരുള്ളൂ. പക്ഷേ ഈ ഫ്രെയിം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സ്പേസ് വരുന്നത് കാരണം നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കുഞ്ഞൻ നെറ്റിപ്പട്ടത്തിന് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഒരു 1.5 അടിയോളമൊക്കെ വരുന്ന ഒരു നെറ്റിപ്പട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ 1 അടി, ഒരു 30 സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ 1 അടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. പക്ഷേ നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് 1/2 അടിയുടെ നെറ്റിപ്പട്ടാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മളെ നെറ്റിപ്പട്ടത്തിൻ്റെ അളവുകൾ കേട്ടോ. നമ്മൾ 1 അടിയുടെ അളവിലാണ് നമ്മളുടെ 1/2 അടി നെറ്റിപ്പട്ടം വന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മളുടെ 1 അടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 1 അടിയുടെ ഫ്രെയിമിലാണ് നമ്മൾ ഈ 1/2 അടിയുടെ നെറ്റിപ്പട്ടം വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ 1 അടിയുടെ നെറ്റിപ്പട്ടം ഇതിലും ഒരുപാട് വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യങ്ങളും കൂടെ നോക്കണം. നമ്മൾ എല്ലാ മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണലി സാറ്റിസ്ഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ വലുപ്പത്തിൽ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1/2 അടിയുടെ നെറ്റിപ്പട്ടാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്.